എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ സൈക്കിളിൽ സൊമാറ്റോ ഡെലിവറി റീസ്റ്റാർട്ട് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നോക്കുമ്പോഴേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് റേസ്, അർബൻ ഫ്രീ റൈഡ്, ചാടിക്കൽ, വറക്കൽ അങ്ങനത്തെ കുറേ പരിപാടികളാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കിളിൽ സൊമാറ്റോ ഡെലിവറി ചെയ്യാൻ പോവാണ്. നമ്മൾ മുന്നത്തെ സീരീസൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ. എങ്ങനെയാണ് എത്ര രൂപയാണ് ഒരു ദിവസം കിട്ടിയത്, അങ്ങനെ കുറേ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. എങ്ങനെയാണ് ആൾക്കാർ പെരുമാറുക, അങ്ങനെ കുറേ ഇതുകളുണ്ട് കേട്ടോ. സോ ഇന്ന് നമ്മളൊരു സൈക്കിളിൽ സൊമാറ്റോ ഡെലിവറി ചെയ്യാൻ പോവാണ്. കാലത്ത് 6 മണിക്ക് തൊട്ട് 6:30, 7 മണി, 8 മണി ആ ഒരു ടൈമിലാണ് ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട് ഒരു 6-7 കിലോമീറ്റർ ഇപ്പുറത്തേക്കാണ് ടൗണിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയാലാണ് നമുക്ക് കുറച്ച് ഇതുകൾ കിട്ടുള്ളൂ കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ട്യൂൺ ഫോർ കിഡിലൻ വീഡിയോസ് ഗൈസ്. സൊമാറ്റോയുടെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. സൊമാറ്റോയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബൈക്ക് റെഡി ആയിട്ടുണ്ട്. ബാഗ് ഇവിടെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എത്ര നാളായി നമ്മളിത് തുടങ്ങിയിട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട്. എനിക്ക് കുറച്ചധികം മാസങ്ങളായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് നമ്മളിത് പഴയ ഇതിൽ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നോർമൽ ഒരു ഇലക്ട്രിക് സൈക്കിളും കാര്യങ്ങളൊന്നും അല്ല, കാലുകൊണ്ട് ചവിട്ടിയാൽ നീങ്ങുന്ന ഒരു സൈക്കിളിലാണ് പോണത് കേട്ടോ. സോ സൊമാറ്റോ ഡെലിവറി ഫസ്റ്റ് ഡെലിവറി എന്താണെന്ന് നോക്കാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മളിത് തൃശ്ശൂർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ആക്ച്വലി നമ്മൾ സൊമാറ്റോ ഇത് കൂടുതൽ കിട്ടാൻ ചാൻസ്. നമ്മുടെ ഡെയിലി വ്ളോഗ് കാണുന്നവർക്കറിയാം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. സോ അങ്ങോട്ട് ഫുള്ളായിട്ട് അവിടെ റെഡി ആയിട്ടില്ല. ഡു ചെക്ക് ഇറ്റ് ഔട്ട്, ലിങ്ക് ഇൻ ബയോ, നമ്മുടെ ഡെയിലി വ്ളോഗുകൾ ഇടുന്ന ചാനലിൽ കേട്ടോ. സോ നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ കയറുമ്പോൾ ഓർഡർ വരേണ്ടതാണ്. ഞാൻ ഇവിടെ സ്ക്രീൻ വൈറ്റ് ആക്കാം അല്ലേ, സ്ക്രീൻ വൈറ്റ് ആക്കാം. ഞാൻ എപ്പോഴും ഈ സ്ക്രീൻ ഇടാം കേട്ടോ. റീഡിങ് മോഡില്ലേ, ആ മോഡാണ് എപ്പോഴും ഞാൻ ഇടാം. കാരണം ഒരു ദിവസം ഒരു മാക്സിമം ഒരു 6 മണിക്കൂറൊക്കെ ഇതിന്ന് ഫോണിൽ ചിലവഴിക്കാറുണ്ട്, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ നമ്മളിപ്പോൾ ഏകദേശം ബിസിയസ്റ്റ് ഏരിയയിൽ വന്നിട്ടുണ്ട്. ഏതായാലും നോക്കി നോക്കാം കേട്ടോ. എപ്പോഴാണ് ഓർഡർ വരണത് പറയാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും ഓർഡറുകൾ വരാം. അപ്പോൾ നമുക്ക് പയ്യെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നല്ല പെടപെടച്ചു കിട്ടുക. കാരണം ഓൾറെഡി 10-15 മിനിറ്റ് ലേറ്റായി. അപ്പോൾ ഇനി ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നല്ല പെടപെടച്ചു. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ഇനി കുഴപ്പമില്ല കേട്ടോ. ഇനി പയ്യെ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കും. അറിയില്ല, കുറച്ചധികം കാലമായി നമ്മൾ ഇത് ചെയ്തിട്ട്. സൊമാറ്റോ ഡെലിവറി ഓണേ കാലുകൊണ്ട് ചവിട്ടുന്ന, നമ്മുടെ പവർ കൊണ്ട് നീങ്ങുന്ന സൈക്കിളിൽ ചെയ്തിട്ട് കേട്ടോ. ബസ് ഇല്ല, നോക്കട്ടെ. ഓർഡർ വരുമ്പോൾ എപ്പോഴാണ് കിട്ടാൻ നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ സമയം 6:59. ഇത് നോക്കിയേ, തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ട ഫുള്ള് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഈ വഴിയിലുണ്ട് കേട്ടോ. ഒരു ജില്ലയ്ക്ക് വേണ്ട സാധനങ്ങൾ ഫുള്ള് സീൻ. ചേട്ടാ ഓട്ടോറിക്ഷക്കാരാ, ഒരു ജില്ലയ്ക്ക് വേണ്ട ഫുള്ള് ഫ്രൂട്ട്സ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാട്ടില്ല, അതേ നോക്കി എല്ലാ സാധനങ്ങളും. ചേട്ടനെ ഇവിടെ പോകണ്ടല്ലോ, ഇതൊക്കെ പോകാനുള്ളതാട്ടോ. ഇതൊക്കെ കൊടുക്കാനുള്ളതല്ലേ, ഓരോ കടകൾക്ക് കൊടുക്കാനുള്ളതല്ലേ. ഫുള്ള് സാധനങ്ങൾ പോകും. ഇതിങ്ങനെ വെക്കില്ല കേട്ടോ. ഫുട്പാത്തിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ ഫ്രൂട്ട്സ് അതുപോലെ ചെയ്യാൻ പറ്റുമോ ചോദിക്കും. സൊമാറ്റോയിലല്ലേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഞാൻ ചോദിച്ചു നോക്കാം. സെറ്റ്, ശരി അല്ലേ. സൊമാറ്റോയിൽ ഫ്രൂട്ട്സ് ഇല്ല അല്ലേ. അതായത് ഇവിടെ ഇങ്ങനെ ഒന്നല്ല കേട്ടോ, ഫുള്ള് സാധനങ്ങൾ ഒക്കെ പോവും. എൻ്റെ മോനെ, നമുക്കിതുവരെ ഓർഡർ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. ഇതൊക്കെ കടകളാണ്. പുതിയ സബ്സ്ക്രൈബ് ചെയ്തോളോ. ജോയൽ ജോഷി സെർച്ച് ചെയ്ത് നോക്കിയേക്ക്. ജോയൽ, JOYAL JOSHY ആദ്യം തന്നെ വരുത് ആദ്യത്തെ. അതന്നെ 324 ഉണ്ടല്ലോ. ചെറിയ പരിപാടിയാന്ന് വിചാരിച്ചാ. വേണേ ഒരു ഹായ് പറഞ്ഞു. 324 പേര് കാണും. 324 പേര് കാണും. ശരിയെന്നാ. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്, നിങ്ങൾ തരുന്ന സപ്പോർട്ട്
അതാണ് ആ 324 ഗത. ഇവിടെയും ഫുള്ള് ഓരോ ഭാഗങ്ങളായിട്ട് ഉണ്ട് കേട്ടോ. ഒരു ജില്ലയ്ക്ക് വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞിട്ട് ഒരു ജില്ലയ്ക്ക് വേണ്ട, ഫുള്ള് ഫ്രൂട്ട്സും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. മോർണിംഗ് കാഴ്ചകൾ. എൻ്റെ കണ്ണിലേക്ക് എന്തോ പോയി. ഒരു കണ്ണാടയിൽ നോക്കണത് എന്തുകൊണ്ടും അനിവാര്യമായിരിക്കും. ദയവ് ഇതൊരു ഓർഡർ കിട്ടിയിട്ടില്ല കേട്ടോ. 7:03 6:59 വന്നതാ. നോക്കട്ടെ ചേട്ടാ. വല്ല അനക്കണ്ട ഒരനക്കൂലല്ലേ? എപ്പോൾ നിൽക്കണതാ? 10 മിനിറ്റ് ആയില്ലേ? സീൻ കഴിച്ച് 10 മിനിറ്റ് ആയിട്ടാ ഓരോരുത്തർ വന്ന് നിൽക്കണ്. ഞാൻ മാത്രം കുറച്ച് ഇതായിട്ടുള്ളൂ, ഒരനക്കല്ല. അവിടെ വല്ലതും കിട്ടിയ ഇന്ന് കാലത്ത്? ഓർഡർ വല്ലതും കിട്ടിയാ? 7:15 അടിക്കല്ലോ. ഞാൻ ആ 7 മണിയുടെ എടുത്തിട്ടുണ്ട്. ആ അതെ, നോക്കട്ടെ. സൈക്കിളിൻ്റെ ബൈക്ക് സൈക്കിള് ബൈക്ക് മാറി കൊടുത്തിട്ടുണ്ട്. ഏയ് ലോങ് നമ്മൾ പോവും. ആ നടക്കട്ടെ, നോക്കട്ടെ. നമ്മളിപ്പോൾ രാഗത്തിൻ്റെ എവിടെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വ്ളോഗുകളിൽ ഞാൻ പട്ടീനെ സഹായിക്കണം. എനിക്ക് പേടിയാട്ടാ, പ്രത്യേകിച്ച് തേവ് പട്ടികളെ. സൈക്ലോണിൽ ചവിട്ടണം. അയ്യടാ, അവിടെ ഒരു പട്ടി ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അതാന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സൈക്കിളൊക്കെ ചവിട്ടണാരനെ കുറേ എണ്ണം കടിക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് സത്യം പറയുകയാണെങ്കിൽ. ഉള്ളത് പറയാമല്ലോ. മറ്റേ വീട്ടിൽ വളർത്തുന്നതിനെ ഒക്കെ പിന്നെ ഒരു ധൈര്യത്തിൽ ഞാൻ പോയി തൊടും. സ്ട്രേ ഡോഗ്സിന് എനിക്ക് കുറച്ച് പേടിയാണ്. അത് സൈക്കിൾ ചവിട്ടുന്നവർക്ക് കൂടുതലറിയാം. അനക്കം വന്നിട്ടില്ല കേട്ടോ. നമ്മൾ തൃശ്ശൂർ ഇങ്ങനെ തെണ്ടിത്തിരി നടക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ തരാം. വന്നിട്ടാ മക്കളെ, വന്നിട്ടാ. ന്യൂ ഓർഡർ 31 രൂപയുടെ കേട്ടോ ഏണിങ്സ്. പിക്കപ്പ് 1/2 കിലോമീറ്റർ, ഇവിടെ 10 പിന്നെ ഡ്രോപ്പ് 2.5 കിലോമീറ്റർ ഉള്ളൂ. ടോട്ടൽ 10. ഓക്കെ, അങ്ങനെ 7:11 നമ്മൾ എവിടെ എത്തി? ഫസ്റ്റത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെടുത്ത് ഇപ്പുറത്ത് വയ്ക്കട്ടെ. 10 തൊട്ടിപ്പുറത്തെ ഹോട്ടലാണ്. നേരത്തെ നമ്മൾ ആൾക്കാരെ കണ്ടില്ലേ, ആ ഹോട്ടലാണ് കേട്ടോ. ഇതാ കാണുന്നത്, അവിടെ ആൾക്കാർ നിൽക്കണമെന്ന് പറഞ്ഞില്ലേ. രാഗം തിയേറ്റർ എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. ദൈവേ ഓടട്ടെ, അല്ലെങ്കിൽ ഞാൻ ബസ്സുകാരൻ്റെ അടിയിൽ വിടും. അതുകൊണ്ടാണ്. ഇതാ ഹോട്ടൽ 10 വെജ് ആൻഡ് വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോൾ ഫസ്റ്റത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഇതാണ് അവിടെ ഓർഡർ ID വരുന്നത്. പുട്ട്, കാലത്ത് തന്നെ പുട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 5 മിനിറ്റ്. പിക്ക് ഓർഡർ ഇൻ 5 മിനിറ്റ്സ്. കണ്ടോ, പിക്ക് ഓർഡർ ഇൻ 5 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് റെസ്റ്റാണ്. ഇത്ര നേരം റെസ്റ്റ് തന്നെയായിരുന്നു. എന്നാലും ഇത് ഗൈസ് 10 ഹോട്ടൽ കേട്ടോ. 4 മിനിറ്റാണ് പറഞ്ഞത്. ചെന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. ഓരോരുത്തർക്കും ഓർഡർ കിട്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഓർഡർ നമ്പർ ഉണ്ട് കേട്ടോ. ഓർഡർ നമ്പർ പോയിട്ട് ചോദിച്ചു നോക്കണം. 6735 റെഡി ആയിട്ടില്ല. 6735 റെഡി ആയിട്ടില്ല. ഞാൻ ഈ ഹോട്ടലിലേക്ക് വന്നിട്ടില്ല കേട്ടോ അതുവരെ. 10 ഹോട്ടലിലേക്ക് വന്നിട്ടില്ല. ഒരു വട്ടം കയറണം ഗൈസ്. നിങ്ങളങ്ങനെ വീടിൻ്റെ അടുത്ത് അടിപൊളി ഹോട്ടൽ ഉണ്ടായിട്ട് കയറാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ അതുവരെ ഈ ഹോട്ടലിലേക്ക് വന്നിട്ടില്ല. ഒരു ദിവസം വരാം, നോക്കാം ഗൈസ്. ഓർഡർ റെഡി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓർഡർ റെഡി ആയിട്ടുണ്ട്. പിക്ക് ദ ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6735 അപ്പോൾ ഇതന്നെ ഓർഡർ കേട്ടോ. അപ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്യാം. പുട്ട് ഓർഡർ ചെയ്തിട്ട് ചിക്കൻ കറി കൊണ്ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6735. അപ്പോൾ ഇനി സാധനം ബാഗിലാക്കുന്നു. നേരെ നമ്മൾ കൊണ്ടു കൊടുക്കണം കേട്ടോ. കുറച്ച് സേഫായിട്ട് വെച്ചിരിക്കുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരി, പുട്ടിൻ്റെ പപ്പടം ഉണ്ടെന്നുണ്ട് കേട്ടോ. പപ്പടം പൊടിഞ്ഞൊരു സൗണ്ട് ഞാൻ കേട്ട്. ഇതാരാണോ വാങ്ങണം. ലൊക്കേഷൻ 2.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ എടുത്തു എന്ന് പറഞ്ഞിട്ട് വേണം ഇവിടെ കൊടുക്കാൻ. അപ്പോഴേ ലൊക്കേഷൻ തരുള്ളൂ.
നേരത്തെ ഞാൻ പറഞ്ഞത് കിലോമീറ്റർ മാത്രമാണ്, ഏത് സൈഡാണെന്ന് എനിക്കറിയില്ല. ഓർഡർ പിക്ക്. ഇനി നേരെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. 2.5 കിലോമീറ്റർ. ദൈവം, എൻ്റെ വീടിൻ്റെ അവിടേക്കാണെങ്കിൽ അടിപൊളിയാവുമല്ലോ. സൈക്കിളായതുകൊണ്ട് നമുക്ക് ഏത് റൂട്ട് വേണമെങ്കിലും പോകാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 way 2 way അങ്ങനത്തെ ഒരു പേടിയും പേടിക്കണ്ട. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സമയത്തിനെക്കാട്ടും മുന്നും ചിലപ്പോൾ എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ലൊക്കേഷനൊന്ന് നോക്കിക്കോട്ടെ. ഷൊർണൂർ റോഡ്. ഓക്കെ, ഇവിടെ എവിടെയാണ് നോക്കട്ടെ ഗൈസ്. ആദ്യം ആ കയറ്റം കയറില്ല, ഞാൻ നോക്കട്ടെ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ കാലങ്ങൾക്ക് ശേഷം ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. എത്ര നാളായില്ല നമ്മൾ ഇത് തുടങ്ങിയിട്ട്. ആൾക്കാർ ഓരോരുത്തർ നോക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറയാത്തതാണ്. ആക്ച്വലി എല്ലാവരും ഓൾമോസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ. എടാ സൈക്കിളിലാ സൊമാറ്റോ ഡെലിവറിയാ. നമ്മളിത് പണ്ടേ വിട്ട പരിപാടിയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. കുറേ കാലമായില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. എത്ര നാളായി നമ്മൾ ഈ പരിപാടി നിർത്തിയിട്ടെന്ന്. ആവർത്തന വിരസത വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്. പിന്നെ വിചാരിച്ച് ഒരു ചേഞ്ച് എപ്പോഴും വേണ്ടേ. എപ്പോഴും അർബൻ ഫ്രീ റൈഡും ഓഫ് റോഡിങ്ങും സൈക്കിളിൻ്റെ ഇതായാലും പറ്റില്ലല്ലോ, ഒരു രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് നോക്കി നോക്കാം. ഇതിനിപ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. 100-110 പോണത്. നോക്കട്ടെ ഗൈസ് എത്തോന്ന്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യണ ലൊക്കേഷനിൽ എത്തിയെന്ന് പറഞ്ഞു. ദൈവേ, നെറ്റ് ഓഫ് ആയതുകൊണ്ട് കേട്ടോ, ഡിസ്കണക്ട് ആയതുകൊണ്ട്. അപ്പോൾ വീട് ഇവിടെ തന്നെയാണെന്നുണ്ട്. അതെ, ഓക്കെ. ഒരു ഡോക്ടറിൻ്റെ വീട്ടിലാണ് കേട്ടോ. നോക്കട്ടെ, പട്ടിയൊന്നും ഇല്ലല്ലോ. റീച്ച് ദ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ. സൊമാറ്റോ ഓർഡർ. താങ്ക് യു. ലേറ്റ് ആയില്ലല്ലോ? ഓക്കെ, ശരി, താങ്ക് യു. ഗൈസ് നോക്കൂ ഗൈസ്, ലേറ്റ് ആയില്ല. അമ്മേ, സാധനം സെറ്റായിരുന്നുണ്ടോ. ഇതൊരു 2.5 കിലോമീറ്ററിൻ്റെ ഒരു ഡെലിവറി ആയിരുന്നു നമ്മളിപ്പോൾ നടത്തിയത്. ഗൈസ്, നമ്മൾ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട്. ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. ഇവരുടെ സിനിമയുടെ എന്തോ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഇവരെ പൂട്ടിക്കാൻ നോക്കിയിട്ട് ബുക്ക് മൈ ഷോയിലൊന്നും ഇതില്ല, ഗിരിജ തിയേറ്റർ കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനൊക്കെ ഇവിടെ നേരിട്ട് വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, ഗിരിജ തിയേറ്റർ. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. കുറച്ച് കാലം മുന്നേ ആയിരുന്നു കുറച്ച് ഇതുകളൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഓൺലൈനിൽ ടിക്കറ്റ് കൊടുക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്തായിരുന്നു ഇവർ ഗിരിജ തിയേറ്റർ. അതുകൊണ്ട് എന്ന് എനിക്ക് തോന്നിയ കാരണം ഞാൻ ഇവിടെ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഓർമ്മ വന്നു. നിങ്ങൾ മുന്നത്തെ വീഡിയോസിൽ എത്ര രൂപ ടിപ്പ് കിട്ടി, എത്ര രൂപ കാശ് കിട്ടിയെന്ന് കാട്ടണ്ട എന്നാണോ പറഞ്ഞിരിക്കുന്നത്, അതോ കാട്ടണം എന്നാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാനിങ്ങനെ എത്ര രൂപയാണ് കിട്ടിയത് ഒരു ട്രിപ്പിന്, ഈ ഒരു റൈഡിന്, അത് താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ക്ലിയർ ആയിട്ട് എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ എത്ര കിട്ടിയെന്ന് ഞാനിപ്പോൾ പറയണില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോ. ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓർഡർ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, വന്നിട്ടില്ല, നോക്കണം. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഷൊർണൂർ റോട്ടിൽ നിന്ന് നേരെ തിരിഞ്ഞ് പോവാണ് കേട്ടോ. ഗിരിജ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് നേരെ നോക്കട്ടെ. വണ്ടികളാണ് സീൻ. ഞാൻ ഈ ക്യാമറയും കൂടിയും പ്രവർത്തിപ്പിക്കണ കാരണേ ഓക്കെ കുറച്ച് സീനാണ്. ദൈവേ, ലോറി അല്ല ബസ് പോക്കോട്ടെ ഗൈസ്. ഇതാ നോക്കൂ ഗൈസ്, ഒരു ആന, ആംബുലൻസ് എല്ലാം ഒരേ ഫ്രെയിമിൽ. ഈ ആനയ്ക്കൊരു സൈഡ് വലിവില്ലേ? സീരിയസ് ആനയെ കണ്ടു കാലത്ത്.
അവിടെ എന്തോ ഒരു ക്ഷേത്രത്തിൽ എന്തോ ഒരു തിരിച്ചങ്ങോട്ട് പോണ സമയത്ത് എന്തോ കൊട്ടും മേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചതാ ആനേനെ കാണാൻ പറ്റുന്നു. കാലത്താനയെ കണ്ടു. അങ്ങനെ ഫൈനലി നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഫസ്റ്റത്തെ ദിവസമായിരുന്നു കേട്ടോ സൊമാറ്റോ ഡെലിവറി. ഞാനിപ്പോൾ ഫസ്റ്റ് ഡീറ്റെയിൽ ഞാൻ കാട്ടിത്തരാം. നമ്മൾ 1.5 മണിക്കൂർ ജലദോഷം മാറില്ലടാ, 1.5 മണിക്കൂറായിട്ടുള്ളൂ നമ്മൾ ഈ സാധനം ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിലൂടെ കിട്ടും കേട്ടോ. ലോഗിൻ അവേഴ്സ് 1.5 മണിക്കൂറാണ്. പിന്നെ ഏണിങ്സ് പറയണം എന്നാണ് കഴിഞ്ഞ വട്ടം പറഞ്ഞ വീഡിയോയിൽ. ഏണിങ്സ് പറയണം എന്നാണോ പറഞ്ഞത്? കസ്റ്റമേഴ്സ് ടിപ്സ് പറയണം എന്തൊക്കെയോ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ഓർമ്മയില്ല. ടിപ്പ് എത്ര രൂപ കിട്ടി, പിന്നെ ഓഡിയൻ എത്ര രൂപ ആണോ? ടിപ്പ് കിട്ടേണ്ടത് ടോട്ടല് 51 രൂപയാണ് കിട്ടിയത്. 51 രൂപ ഒറ്റ ഓർഡർ എടുത്തുള്ളൂ കേട്ടോ. ഏണിങ്സ് 51 രൂപയാണ്. അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 26, 5, 25 അങ്ങനെ രീതിയിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒറ്റൊരു ഓർഡറാണ് സൈക്കിളിൽ പോയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ എത്ര കിലോമീറ്റർ ചവിട്ടിന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. 51 രൂപ എത്ര കിലോമീറ്റർ ചവിട്ടിയിട്ടാണെന്നറിയോ? ആവറേജ് സ്പീഡ് 13, ഡിസ്റ്റൻസ് 14.2 കേട്ടോ. ഇന്ന് റൈഡ് ചെയ്തത് 14 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി, സ്പീഡ് 11. 1 മിനിറ്റും അത് ഇതിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയാണ് നമ്മുടെ ഇന്നത്തേത്. എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ് ഫോർ കിഡിലൻ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. കുറച്ച് കാലമായി നമ്മൾ ഈ ബാഗൊക്കെ എടുത്തത്, നല്ല പൊടി ഉണ്ടായിരുന്നു ഇതുമൊക്കെ. സോ ഇനി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. എന്തായാലും താഴെ കമൻറ്റ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.